ഹായ് ആൾ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. PSC മുൻവർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളും അതുമായി റിലേറ്റഡ് ഫാക്ട്സുമാണ് ഇത് നമ്മൾ നോക്കുന്നത്. ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആകാശത്തിൻ്റെ നീല നിറത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏത്? ആകാശത്തിൻ്റെ നീല നിറത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏത്? വിസരണം. പ്രകാശം അന്തരീക്ഷവായുവിലെ പൊടിപടലത്തിൽ തട്ടിയുണ്ടാകുന്ന ഭാഗികമായ പ്രതിഫലനമാണ് വിസരണം. വിസരണം എന്ന് പറഞ്ഞാൽ പ്രകാശം അന്തരീക്ഷവായുവിലെ പൊടിപടലത്തിൽ തട്ടിയുണ്ടാകുന്ന ഭാഗികമായ പ്രതിഫലനമാണ് വിസരണം. സമുദ്രം നീല നിറമുള്ളതായി തോന്നുന്നതിന് കാരണം വിസരണമാണ്. സമുദ്രം നീല നിറമുള്ളതായി തോന്നുന്നതിന് കാരണം വിസരണമാണ്. സമുദ്രത്തിൻ്റെ നീല നിറത്തിന് വിശദീകരണം നൽകിയത് CV രാമൻ. സമുദ്രത്തിൻ്റെ നീല നിറത്തിന് വിശദീകരണം നൽകിയത് CV രാമൻ. അതുപോലെ ആകാശത്തിൻ്റെ നീല നിറത്തിന് കാരണം വിസരണം. ആകാശത്തിൻ്റെ നീല നിറത്തിന് കാരണം വിസരണം. അപ്പോൾ വിസരണം എന്ന് പറഞ്ഞാൽ പ്രകാശം അന്തരീക്ഷ വായുവിലെ പൊടിപടലത്തിൽ തട്ടിയുണ്ടാകുന്ന ഭാഗികമായ പ്രതിഫലനമാണ് വിസരണം. സമുദ്രം നീല നിറമുള്ളതായി തോന്നുന്നതിന് കാരണം വിസരണമാണ്. സമുദ്രത്തിൻ്റെ നീല നിറത്തിന് വിശദീകരണം നൽകിയത് CV രാമൻ. അതുപോലെ ആകാശത്തിൻ്റെ നീല നിറത്തിന് കാരണം വിസരണം. അതുപോലെ ആകാശത്തിൻ്റെ നീല നിറത്തിന് വിശദീകരണം നൽകിയത് ലോർഡ് റെയ്ലി. ആകാശത്തിൻ്റെ നീല നിറത്തിന് വിശദീകരണം നൽകിയത് ലോർഡ് റെയ്ലി. ഏറ്റവും കൂടുതൽ വിസരണത്തിന് വിധേയമാകുന്ന നിറം വയലറ്റാണ്. ഏറ്റവും കൂടുതൽ വിസരണത്തിന് വിധേയമാകുന്ന നിറം വയലറ്റ്. ഏറ്റവും കുറവ് വിസരണത്തിന് വിധേയമാകുന്ന നിറം ചുവപ്പ്. ഏറ്റവും കുറവ് വിസരണത്തിന് വിധേയമാകുന്ന നിറം ചുവപ്പ്. അപ്പോൾ ആകാശത്തിൻ്റെ നീല നിറത്തിന് കാരണം വിസരണമാണെന്ന് പറഞ്ഞു. അതുപോലെ ആകാശത്തിൻ്റെ നീല നിറത്തിന് വിശദീകരണം നൽകിയത് ലോർഡ് റെയ്ലി. ഏറ്റവും കൂടുതൽ വിസരണത്തിന് വിധേയമാകുന്ന നിറം വയലറ്റ്. ഏറ്റവും കുറവ് വിസരണത്തിന് വിധേയമാകുന്ന നിറം ചുവപ്പ്. അപവർത്തനം എന്ന് പറഞ്ഞാൽ രണ്ട് മാധ്യമങ്ങൾക്കിടയിലൂടെ പ്രകാശരശ്മി സഞ്ചരിക്കുമ്പോൾ പ്രകാശരശ്മിയുടെ സഞ്ചാരപാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനമാണ് അപവർത്തനം. രണ്ട് മാധ്യമങ്ങൾക്കിടയിലൂടെ പ്രകാശരശ്മി സഞ്ചരിക്കുമ്പോൾ പ്രകാശരശ്മിയുടെ സഞ്ചാരപാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനമാണ് അപവർത്തനം. രണ്ട് മാധ്യമങ്ങൾക്കിടയിലൂടെ പ്രകാശരശ്മി സഞ്ചരിക്കുമ്പോൾ പ്രകാശരശ്മിയുടെ സഞ്ചാരപാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനമാണ് അപവർത്തനം. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതായി തോന്നാൻ കാരണം അപവർത്തനമാണ്. അപ്പോൾ അപവർത്തനം എന്ന് പറഞ്ഞാൽ രണ്ട് മാധ്യമങ്ങൾക്കിടയിലൂടെ പ്രകാശരശ്മി സഞ്ചരിക്കുമ്പോൾ പ്രകാശരശ്മിയുടെ സഞ്ചാരപാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനമാണ് അപവർത്തനം. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതായി തോന്നാൻ കാരണം അപവർത്തനം. നക്ഷത്രങ്ങളുടെ നിറം സൂചിപ്പിക്കുന്നത് അവയുടെ താപനിലയാണ്. ജലം നിറച്ച ഗ്ലാസിൻ്റെ അടിയിൽ വെച്ചിരിക്കുന്ന നാണയം അല്പം ഉയർന്നതായി തോന്നാൻ കാരണം അപവർത്തനമാണ്. ജലം നിറച്ച ഗ്ലാസിൻ്റെ അടിയിൽ വെച്ചിരിക്കുന്ന നാണയം അല്പം ഉയർന്നതായി തോന്നാൻ കാരണം അപവർത്തനം. ജലത്തിൽ താഴ്ത്തി വെച്ചിരിക്കുന്ന ഒരു കമ്പ് വളഞ്ഞതായി തോന്നാൻ കാരണം അപവർത്തനം. മരുഭൂമികളിൽ മരീചിക എന്ന പ്രതിഭാസം ഉണ്ടാകാൻ കാരണം അപവർത്തനം. അപ്പോൾ നക്ഷത്രങ്ങളുടെ നിറം സൂചിപ്പിക്കുന്നത് അവയുടെ താപനിലയെയാണ്. അതുപോലെ ജലം നിറച്ച ഗ്ലാസിൻ്റെ അടിയിൽ വെച്ചിരിക്കുന്ന നാണയം അല്പം ഉയർന്നതായി തോന്നാൻ കാരണം അപവർത്തനം. ജലത്തിൽ താഴ്ത്തി വെച്ചിരിക്കുന്ന ഒരു കമ്പ് വളഞ്ഞതായി തോന്നാൻ കാരണം അപവർത്തനം. മരുഭൂമികളിൽ മരീചിക എന്ന പ്രതിഭാസം ഉണ്ടാകാൻ കാരണം അപവർത്തനം. അടുത്തത് പ്രതിഫലനം. മിനുസമുള്ള പ്രതലത്തിൽ തട്ടി പ്രകാശം തിരിച്ചു വരുന്ന പ്രതിഭാസമാണ് പ്രതിഫലനം. പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് പ്രതിഫലനം. അടുത്തത് പൂർണ്ണ ആന്തരിക പ്രതിഫലനം. വജ്രത്തിൻ്റെ തിളക്കത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസമാണ് പൂർണ്ണ ആന്തരിക പ്രതിഫലനം.
വജ്രത്തിൻ്റെ തിളക്കത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം പൂർണ്ണ ആന്തരിക പ്രതിഫലനം. എൻഡോസ്കോപ്പിയിൽ ഉപയോഗിക്കുന്ന പ്രകാശ പ്രതിഭാസം പൂർണ്ണാന്തരിക പ്രതിഫലനം. എൻഡോസ്കോപ്പിയിൽ ഉപയോഗിക്കുന്ന പ്രകാശ പ്രതിഭാസം പൂർണ്ണ ആന്തരിക പ്രതിഫലനം. ഒപ്റ്റിക്കൽ ഫൈബറുകൾ വഴി വിവരവിനിമയത്തെ സഹായിക്കുന്ന പ്രകാശ പ്രതിഭാസം പൂർണ്ണ ആന്തരിക പ്രതിഭാസം. ഒപ്റ്റിക്കൽ ഫൈബറുകൾ വഴി വിവരവിനിമയത്തെ സഹായിക്കുന്ന പ്രകാശ പ്രതിഭാസം പൂർണ്ണ ആന്തരിക പ്രതിഭാസം. അപ്പോൾ പൂർണ്ണ ആന്തരിക പ്രതിഫലനം എന്ന് പറഞ്ഞാൽ വജ്രത്തിൻ്റെ തിളക്കത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസമാണ് പൂർണ്ണ ആന്തരിക പ്രതിഫലനം. എൻഡോസ്കോപ്പിൽ ഉപയോഗിക്കുന്ന പ്രകാശ പ്രതിഭാസം പൂർണ്ണാന്തരിക പ്രതിഫലനമാണ്. അതുപോലെ ഒപ്റ്റിക്കൽ ഫൈബറുകൾ വഴി വിവരവിനിമയത്തിന് സഹായിക്കുന്ന പ്രകാശ പ്രതിഭാസമാണ് പൂർണ്ണ ആന്തരിക പ്രതിഭാസം. സോപ്പ് കുമിളകളിലും വെള്ളത്തിനു മുകളിലുള്ള എണ്ണപ്പാളികളിലും കാണുന്ന വർണ്ണങ്ങൾക്ക് കാരണമായ പ്രകാശ പ്രതിഭാസം അറിയപ്പെടുന്നത് ഇൻ്റർഫെറൻസ് എന്നാണ്. സോപ്പ് കുമിളകളിലും വെള്ളത്തിനു മുകളിലുള്ള എണ്ണപ്പാളികളിലും കാണുന്ന വർണ്ണങ്ങൾക്ക് കാരണമായ പ്രകാശ പ്രതിഭാസം ഇൻ്റർഫെറൻസ്. മഴവില്ല് ഉണ്ടാകുമ്പോൾ കാരണമാകുന്ന പ്രകാശ പ്രതിഭാസം പ്രകീർണനമാണ്. മഴവില്ലുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന പ്രകാശ പ്രതിഭാസം പ്രകീർണനം. അപ്പോൾ സോപ്പ് കുമിളകളിലും വെള്ളത്തിനു മുകളിലുമുള്ള എണ്ണപ്പാളികളിലും കാണുന്ന വർണ്ണങ്ങൾക്ക് കാരണമായ പ്രകാശ പ്രതിഭാസം ഇൻ്റർഫെറൻസ്. മഴവില്ലുണ്ടാകുമ്പോൾ കാരണമാകുന്ന പ്രകാശ പ്രതിഭാസം പ്രകീർണനം. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു കുളത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും ഉയർന്നു വരുന്ന ഒരു വാതക കുമിളയുടെ വലിപ്പം ക്രമേണ കൂടി വരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമം. ഒരു കുളത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും ഉയർന്നു വരുന്ന ഒരു വാതക കുമിളയുടെ വലിപ്പം ക്രമേണ കൂടി വരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമം ഏത്? ബോയിൽ നിയമം. ചാൾസ് നിയമം. ചാൾസ് നിയമം എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ ആ വാതകത്തിൻ്റെ വ്യാപ്തം അബ്സല്യൂട്ട് ഊഷ്മാവിന് നേർ അനുപാതത്തിലായിരിക്കും. ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ ആ വാതകത്തിൻ്റെ വ്യാപ്തം അബ്സല്യൂട്ട് ഊഷ്മാവിന് നേർ അനുപാതത്തിലായിരിക്കും. അവഗാഡ്രോ നിയമം. താപനില, മർദ്ദം എന്നിവ സ്ഥിരമായിരിക്കുമ്പോൾ വാതകങ്ങളുടെ വ്യാപ്തം തന്മാത്രയുടെ എണ്ണത്തിന് നേർ അനുപാതത്തിലായിരിക്കും. താപനില, മർദ്ദം എന്നിവ സ്ഥിരമായിരിക്കുമ്പോൾ വാതകങ്ങളുടെ വ്യാപ്തം തന്മാത്രയുടെ എണ്ണത്തിന് നേർ അനുപാതത്തിൽ ആയിരിക്കും. ബോയിൽ നിയമം. ബോയിൽ നിയമം എന്ന് പറയുമ്പോൾ സ്ഥിരോഷ്മാവിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വാതകത്തിൻ്റെ മർദ്ദം അതിൻ്റെ വ്യാപ്തത്തിന് വിപരീതാനുപാതത്തിൽ ആയിരിക്കും. സ്ഥിരോഷ്മാവിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വാതകത്തിൻ്റെ മർദ്ദം അതിൻ്റെ വ്യാപ്തത്തിന് വിപരീതാനുപാതത്തിൽ ആയിരിക്കും. അതാണ് ബോയിൽ നിയമം.